ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പൊടിയാടി അനന്തംപിള്ളയോട് പറയുക, സാറേ ഞാൻ അറിഞ്ഞിടത്തോളം സംഗതി അല്പം സീരിയസാ. വർമ്മ സാറിന്റെ പാർട്ടി ഉണ്ടല്ലോ, വളരെ പെട്ടെന്ന് തന്നെ ശക്തി ആർജിച്ചു കഴിഞ്ഞു. പാർട്ടി പ്രഖ്യാപനം നാളെയാണെങ്കിലും അതിനു മുമ്പ് തന്നെ അയാൾക്ക് അനുകൂലമായിട്ടുള്ള കാറ്റ് വീശിക്കഴിഞ്ഞു. അനന്തംപിള്ള ഒരു കളിയാക്കലോടെ പറയാം, എടോ അയാൾക്ക് അനുകൂലമായിട്ട് ആ കാറ്റ് വീശുന്നെന്ന് കാറ്റ് വന്ന് തന്നോട് പറഞ്ഞോ? അയ്യോ അങ്ങനെയല്ല സാർ, പ്രീ ഇലക്ഷൻ ഇന്റലിജന്റ് റിപ്പോർട്ട് ഇപ്പോഴേ വന്നു കഴിഞ്ഞു. ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പ്രതാപ് വർമ്മയ്ക്ക് അനുകൂലമായിട്ടാണെന്നാണ്. അതിനെന്താടോ, നമ്മുടെ പ്രവർത്തനം വളരെയധികം സ്പീഡാക്കണം. അപ്പോഴേ പ്രതാപന് അനുകൂലമായി വീശിയ കാറ്റ് നമുക്ക് അനുകൂലമായിട്ട് വീശി തുടങ്ങും. സാറേ, അവരെ യുവാക്കൾക്കും വനിതകൾക്കുമാണ് കൂടുതൽ സീറ്റ് നൽകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് തന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീരുമാനമാണല്ലോ. ഇവിടെ പൊടിയാടി അതിന് നമ്മുടെ കൂട്ടത്തിലെ യുവാക്കളുണ്ടല്ലോ. ഉണ്ട്, 2-3 പേരിന് മാത്രം. ബാക്കിയുള്ളതെല്ലാം കഷായവും വായുഗുളിയും കഴിക്കുന്ന ചാകാറായി കിടക്കുന്ന പടുകിഴവന്മാരല്ലയോ. ചാനൽ ചർച്ചകളിലൊക്കെ വർമ്മയ്ക്ക് അനുകൂലമായിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഇവിടെ മണുഗുണാസം പൊടിയാടി അവരെയൊക്കെ നമുക്കങ്ങോട്ട് വിലക്കെടുത്താൽ പോരായോ? സാറേ, നമ്മൾ വില കൊടുത്താൽ വരുന്നവരല്ലല്ലോ അവരിലേറിയ പങ്കും. ചില മരപ്പാവകളെ വേണമെങ്കിൽ കിട്ടും. അവന്മാര് വന്ന് പറഞ്ഞാൽ ഉള്ള വോട്ടോടെ പോവുകയും ചെയ്യും. ഇവിടെ പൊടിയാടി, ഈ ഇലക്ഷൻ ഗെയിംസ് ഒന്നും താൻ എന്നെ പഠിപ്പിക്കാൻ വരണ്ട കേട്ടല്ലോ. ഈ അനന്തംപിള്ള തനിക്ക് ശരിക്കറിയില്ല. ഞാൻ അവസാന തടവ് അങ്ങോട്ടങ്ങ് എടുക്കും. ഓരോ വീട്ടിലും രാത്രി ഞാൻ കാശങ്ങ് എത്തിക്കും. എൻ്റെ സാറേ, അത്തരം തറവേലകളൊന്നും ഇനി നടക്കില്ല. ഒന്നാമതേതാണ്ട പോലീസ് വല വീശിക്കൊണ്ട് നടക്കുക. അതെന്താടോ, പോലീസുകാരൊക്കെ മീൻപിടുത്തക്കാരാണോ ഇങ്ങനെ വലയും വീശി നിൽക്കാൻ? എൻ്റെ പൊന്ന് സാറേ, സാറിന് അറിയില്ലേ, ഇലക്ഷൻ പ്രഖ്യാപനം കഴിഞ്ഞാൽ പിന്നെ ചെക്കിംഗ് അല്ലേ. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ താനും എനിക്കെതിരായി അല്ലേടോ പൊടിയാടി. അയ്യോ സാറേ, സത്യങ്ങൾ പറയുന്നവരെ സാറ് ശത്രുവായിട്ട് കാണല്ലേ. അവരാണ് മിത്രങ്ങൾ. മറ്റുള്ളവർ മുഖസ്തുതി പറഞ്ഞ് കാശടിക്കാൻ വരുന്നവരാ. ദയവ് ചെയ്ത് സാർ എന്നെ ആ രീതിക്ക് കാണരുത്. സാറ് ജയിച്ചാൽ എനിക്കും പ്രയോജനമുള്ള കാര്യമല്ലേ. എന്തായാലും പൊടിയാടി, നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ജയിച്ചേ പിന്മാറൂ. സാറേ, പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ആ ഋതിക വർമ്മ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെന്നാ ഞാൻ അറിഞ്ഞത്. അനന്തംപിള്ളയുടെ തലയ്ക്കാകെ ചൂട് പിടിച്ചൊരുമാതിരി വട്ടായതുപോലെ ഇങ്ങനെ ഇരിക്കുവാണ്. ഋതികയെ രാജു കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പുറത്തോട്ട് വരുക. എന്താ രാജു, ഞാനേ അവിടെ വെച്ച് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വിളിച്ചിറക്കി കൊണ്ടുവന്നത്. എന്തെങ്കിലും രഹസ്യം പറയാനാണോ രാജു? രാജു പറയുന്ന സ്വകാര്യ രഹസ്യങ്ങളൊക്കെ കേൾക്കാൻ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാവോ? ഋതു, ഇതൊരു പൊളിറ്റിക്കൽ മാറ്ററാ. വാ ഋതു, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ എന്തും വേണ്ടി സന്തോഷിച്ചെന്നറിയാവോ? ഇവിടെ വന്നപ്പോൾ ദാണ്ട കിടക്കുന്ന പൊളിറ്റിക്സ്. റൊമാൻസ് ആയിട്ട് ഒരു കാര്യം പോലും പറയാനില്ലേ രാജു? അതിന് ഋതു, പൊളിറ്റിക്സ് സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം റൊമാൻറ്റിക് സബ്ജക്റ്റ് വരുന്നുണ്ട്. ആദ്യം പൊളിറ്റിക്സ്. ഋതിയെ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത പറ. അയ്യോ ഇതെന്താ ഇങ്ങനെ? പൊളിറ്റിക്സിനൊക്കെ ഇങ്ങനെ. എന്നിട്ട് ഋതിക രാജുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാം, റൊമാൻറ്റിക്കിനൊക്കെ എന്താണ്ട് ഇങ്ങനെ. എന്നാലേ രാജു, ആ ബോറിംഗ് ആയ പൊളിറ്റിക്സ് ഒന്ന് വേഗം പറ. ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ സീരിയസ് തന്നെ. ഋതു എന്താ ഇലക്ഷന് മത്സരിക്കാത്തത്? അയ്യോ ഇതാണോ രാജു? അതെനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. മത്സരിക്കാനൊന്നും ഞാനില്ല. അച്ഛനെ ബ്രെയിൻ വാഷ് ചെയ്ത് തിരികെ കൊണ്ടുവന്ന ആളാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് രാജു, അച്ഛന് പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ ഓക്സിജൻ പോലെ. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും അല്ല. എൻ്റെ ഋതു മത്സരിച്ച് ജയിച്ച് MLA ആകണമെന്നും പിന്നെ മന്ത്രിയാകണമെന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. രാജു ആള് കൊള്ളാലോ, അമ്പട ഭയങ്കര. ഞാൻ MLA മന്ത്രിയൊക്കെ ആയിട്ട് പിന്നെ വലിയ തിരക്കുള്ള ആളായിട്ടങ്ങ് മാറും. പിന്നെ എനിക്ക് രാജുവിനോടൊപ്പം എപ്പോഴും ഇങ്ങനെ നടക്കാനും ഇങ്ങനെയൊക്കെ ശല്യപ്പെടുത്താനും പിന്നെ പറ്റില്ല. ഈ ചാൻസും പ്രയോഗിച്ച് നൈസായിട്ട് ഉഴപ്പി നടക്കാനാണല്ലേ പ്ലാൻ? എന്നാൽ എനിക്ക് പ്ലാൻ വേറെയൊക്കെ ഉണ്ട്. എന്നാലും എൻ്റെ രാജു വേറൊരു പെണ്ണിൻ്റെ പുറകെ പോകില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പായിട്ടും അറിയാം. ഈ രാജുവിനെ പ്രേമിക്കാൻ ഒരു പെണ്ണും മുന്നോട്ട് വരികയില്ല. എൻ്റെ ഋതു അതല്ല. വർമ്മ സാർ ഉറപ്പായിട്ട് മുഖ്യമന്ത്രിയാകും. ആ മന്ത്രിസഭയിലെ എൻ്റെ ഋതു ഒരു മന്ത്രി. വല്ല വനവകുപ്പോ വല്ലതും കിട്ടിയാൽ മതി ഋതു. നമുക്ക് വല്ല കാട്ടിലോ വീട്ടിലോ ഒക്കെ പോയി നല്ല സന്തോഷത്തോടെ ഇങ്ങനെ അങ്ങ് ജീവിക്കാം. അയ്യോ രാജു, മന്ത്രിയായാൽ പിന്നെ കാട്ടിലോ മേട്ടിലോ ഒക്കെ ഒരുമിച്ച് താമസിക്കാൻ പറ്റുമോ? നമ്മൾ രണ്ടുപേരും പിന്നെ 2 വഴിക്കാകില്ല. ഇല്ല ഋതു, നമ്മൾ രണ്ടുപേരും ഒറ്റ വഴിക്കായിരിക്കും. ഋതു മിനിസ്റ്ററായാൽ പിന്നെ ഋതുവിൻ്റെ PA ഞാനായിരിക്കും. അമ്പട വീര രാജുക്കുട്ടാ, കൊള്ളാവല്ലോടാ നിന്റെ ഒരു ഐഡിയ. ഞാൻ മന്ത്രി ആയില്ലെങ്കിലും താമസിക്കാതെ രാജു എൻ്റെ PA ആകും. മന്ത്രിയാകാതെ എങ്ങനെയാ എൻ്റെ ഋതു PA ആകുന്നത്? എൻ്റെ PA എൻ്റെ പിള്ളേരുടെ അച്ഛൻ. എൻ്റെ രാജു, എനിക്ക് മന്ത്രിയും ആകണ്ട, രാജ്യഭരണവും വേണ്ട. എനിക്കൊരു സാധാരണ കുടുംബജീവിതം മാത്രം മതി. ഞാനും എൻ്റെ രാജുവും നമ്മുടെ കുറേ കുട്ടികളും ചേർന്നുള്ള ഒരു കുടുംബഭരണം. ഋതു എന്തായി പറയുന്നത്? കുറേ പിള്ളേർ ഇരിക്കട്ടെ രാജു, ഇതൊരു സന്തോഷമുള്ള കാര്യമല്ലേ? ഋതിയെ ഇങ്ങനെ രാജുവിൻ്റെ ഷർട്ടിലെ കോളറെ പിടിച്ചിങ്ങനെ കൊഞ്ചി പറയുവാണ്. രാജു പറയുക, എന്നാ പിള്ളേരുടെ അച്ഛനെ പിള്ളേരുടെ അമ്മയൊന്ന് വിട്ടേ. ഇതേ ഡേ ടൈമാ, എനിക്ക് വേറെ പണിയുണ്ട്. നീ എൻ്റെ PA രാജു, ഇവിടെ നിൽക്ക്.
കൊച്ചമ്മണി കുറച്ച് ഡേറ്റ്സ് ഒക്കെ ഒരു പാത്രത്തിൽ വെച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക. പ്രിയ ആ സമയത്ത് കഴുകിയിട്ട തുണികളൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക. കൊച്ചമ്മണി മനസ്സിൽ പറയാ, കാര്യം ഇടംപിരിയൊക്കെ ആണെങ്കിലും കുറച്ച് വിദ്യാഭ്യാസമുള്ളവളാണ് ഇവള്, അതുകൊണ്ട് ഇവളോട് തന്നെ നമുക്ക് ചോദിക്കാം. ഭയങ്കര സോപ്പിടൽ പോലെ കൊച്ചമ്മണി അങ്ങോട്ട് ചെന്നിട്ട്, പ്രിയ മോളെ എന്തോടുക്കുക? പ്രിയ പെട്ടെന്ന് ആകാശത്തോട്ടൊക്കെ നോക്കുക. കൊച്ചമ്മണി ചോദിക്കുന്നത്, എന്താ പ്രിയ മോളെ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ മോൾ ആകാശത്തോട്ട് നോക്കുന്നത്? കാക്കകൾ വല്ലതും മലന്ന് പറക്കുന്നുണ്ടോ എന്ന് നോക്കിയതാ. ഓഹോ, അതാണോ? ഇലക്ഷൻ പ്രമാണിച്ച് കാക്കകളൊക്കെ മലന്ന് പറക്കാനും തുടങ്ങിയോ? അയ്യോ, അതൊന്നുമല്ല, നിങ്ങൾ എന്നെ മോളേന്ന് വിളിച്ചില്ലേ, അതുകൊണ്ടാ. ജയൻ എന്നെ കല്യാണം കഴിച്ച് എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ ഞാൻ നിലവിളക്ക് കയ്യിൽ തന്നിട്ട് മോളേന്ന് വിളിച്ചില്ലേ? അന്ന് നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ച്. അല്ല മോളെ, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എൻ്റെ മോളേന്ന് വിളിക്കണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ നിന്റെ പ്രകൃതം കാണുമ്പോൾ ഞാനതങ്ങ് വിട്ടുപോകും. ഇന്നാ മോളെ, ഈന്തപ്പഴമാ മോള് കഴിച്ചോ? എന്നാലേ എനിക്ക് ഈന്തപ്പഴം കഴിക്കാനുള്ള മോഹമൊന്നും ഇല്ല. ഞാനിതൊക്കെ ഒരുപാട് കഴിച്ചത്, എന്നാലും കഴിക്ക്. എനിക്കിതൊന്നും വേണ്ടാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് എന്തോ കാര്യം എന്നെ കൊണ്ട് സാധിക്കാനുണ്ട്, അതെന്താണെന്ന് ആദ്യം പറ. എൻ്റെ മരുമോളെ, നീ വിളഞ്ഞ വിത്ത, എന്നാ നിങ്ങൾ വളഞ്ഞ പുള്ളിയുവാ. അല്ല, നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചിട്ടാ 1 കിലോ വാങ്ങിച്ചാൽ 2 കിലോ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ ഈന്തപ്പഴം കൊണ്ട് എൻ്റെ അടുത്തോട്ട് വന്നത്? അതായത് വരാൻ പോകുന്ന ഇലക്ഷനിൽ ഞാനും മത്സരിക്കാൻ പോകുന്നുണ്ട്. അതിന് എവിടെ അപേക്ഷ കൊടുക്കണമെന്നും എങ്ങനെയാ അതിൻ്റെ ചിട്ടവട്ടങ്ങളൊന്നും എനിക്കറിയില്ല. എൻ്റെ മോളെ, നീ അതൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരണം. പ്രിയ കളിയാക്കിച്ചിരിക്കുക. ഇലക്ഷന് മത്സരിക്കാനുള്ള പ്രൊസീജിയർ പോലും അറിയില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നടക്കുന്നു. എടി പ്രിയെ, അപേക്ഷ കൊടുക്കാൻ എനിക്ക് അറിയില്ലെന്നേ ഉള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ എനിക്കറിയാം. നിങ്ങൾക്ക് എന്തറിയാവുന്ന? കേരളത്തിൽ എത്ര നിയോജക മണ്ഡലം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? അതും പോട്ടെ, ഏതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടെന്നെങ്കിലും അറിയാവോ? അസംബ്ലി കൂടുന്നത് എവിടെയാണെന്നറിയാവോ? ഇതൊന്നും അറിയില്ലെങ്കിൽ ഇതെങ്കിലും അറിയാവോ കേരളത്തിന്റെ തലസ്ഥാനം ഏതാണെന്ന്? ഇതെന്താണെന്നൊന്നും കൊച്ചമ്മണിക്ക് അറിയില്ല. കൊച്ചമ്മണി വായും പൊളിച്ച് നിൽക്കുക. എന്നിട്ട് പറയാ, ഞാൻ നിന്നോട് ഇലക്ഷന് മത്സരിക്കുന്ന കാര്യം മാത്രമല്ല പറഞ്ഞോളൂ, അതിനെന്തിനാ നീ ഇത്രമാത്രം ക്ലാസ് എടുക്കുന്നത്? എൻ്റെ തള്ളെ, വിവരവും കഴിവും ഉള്ളവരാണ് ഈ നാട് ഭരിക്കുന്നത്. അങ്ങനെയുള്ളവരെയാണ് പൊതുജനം തിരഞ്ഞെടുക്കുന്നത്, അല്ലാതെ നിങ്ങളെപ്പോലുള്ള ഊളകളെ ഒന്നും അല്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ നാടിൻ്റെ അന്തസ്സ് കളയല്ലേ. നിങ്ങളൊക്കെ നോമിനേഷൻ കൊടുത്ത് ഈ നാട് ഇങ്ങനെയൊക്കെ ആണോ എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കല്ലേ. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന എന്തുദ്ദേശിച്ചിട്ടാ? എനിക്കും എല്ലാവരെ പോലുള്ള ഉദ്ദേശം ഓൾറെഡി, എനിക്കും കുറച്ച് കാശുണ്ടാക്കണം. എന്നാ നിങ്ങൾ അങ്ങോട്ട് സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ല്. ജനം നിങ്ങളെ അങ്ങോട്ട് ജയിപ്പിക്കും. വേണ്ടേ, നീ കൂടുതൽ ആളാകുകയൊന്നും വേണ്ട. കാണാൻ പോകുന്ന പൂരം നീ വേണമെങ്കിൽ കണ്ടോടി. ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാടി. അവൾ എന്നെ പഠിപ്പിക്കാൻ വരുത് എന്നും പറഞ്ഞ് കൊച്ചമ്മണി ആ ഡേറ്റ്സും കൊണ്ടങ്ങ് പോവുകയാണ്. വർമ്മസാറിന്റെ വീട്ടിൽ പാർട്ടി പ്രവർത്തകരും ഉണ്ട്, ശേഖരനും രാജുവും ഒക്കെ ഉണ്ട്. ശേഖരൻ പറയാ, ഈ തിരക്കുള്ള സമയത്ത് യാമിനി ഇവിടെ ഇല്ലാത്തത് വല്ലാത്ത കഷ്ടമായിപ്പോയി. വരുന്നവർക്കൊക്കെ ചായയും കോഫിയൊക്കെ കൊടുക്കണമായിരുന്നു. ഈ തിരക്ക് കാരണം ഞാനും ചോദിക്കാൻ വിട്ടുപോലെ, സത്യത്തിൽ യാമിനി മേഡം എവിടെ പോയതാ? യാമിനിയുടെ അമ്മ ഹോസ്പിറ്റലിലാണ്, അതുകൊണ്ട് അവള് വീട്ടിലോട്ട് പോയിരിക്കുക. ചേട്ടനും കൂട്ടരും ഒക്കെ എന്താ രാജു താമസിക്കുന്നത്? സാറേ, അവരതിന് പാർട്ടി രജിസ്ട്രേഷൻ പോയിരിക്കുവല്ലേ. അപ്പോഴങ്ങോട്ട് ഋതികയും സ്വാതിയും കൂടെ വരുന്നുണ്ട്. എല്ലാവരും ഇലക്ഷന്റെ തിരക്കിലാണല്ലേ. ചെറിയച്ഛന് സ്വാതിയെ ഓർമ്മയില്ലേ? എൻ്റെ കൂടെ പഠിച്ച കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ആയിരുന്നു. അയ്യോ, എനിക്ക് മനസ്സിലായി, പ്രൊഫസർ മുരളി സാറിൻ്റെ മോള് അല്ലേ? ഇവളെ നമ്മുടെ പാർട്ടിയുടെ വനിതാ പ്രവർത്തകയായിരുന്നു. ഞാൻ മുരളി സാറിനെ അറിയും. മോളെ, അച്ഛന് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലല്ലോ? പ്രത്യേകിച്ചൊന്നുമില്ല, അച്ഛൻ വരും. അംബികയും മോനും ജനലിൻ്റെ പുറകിലും മറഞ്ഞു നിൽക്കുക. എടാ മോനെ, നമ്മളെ രണ്ടുപേരും ഈ പാർട്ടിയിൽ ഒന്നും ഇല്ലല്ലോടാ, നമ്മളെ ഇവർ പുറത്താക്കിയോ? അമ്മ വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമേ. ഒന്നും പറ്റിയില്ലെങ്കിൽ ആ വാഴ ചെറിയമ്മാവനില്ലേ, അയാളെ പിടിച്ച് 2 ഇടിയെങ്കിലും കൊടുക്കാം. അതേടാ, ഇനി അവനെ ഇടിച്ചിട്ട് വേണം അടുത്ത ഭൂകമ്പം ഉണ്ടാക്കാൻ. ഈയിടെയായിട്ട് പ്രതാപന്റെ വലം കൈയാണ് ശേഖരൻ. ഏതു നേരം പ്രതാപന്റെ ചെവിയും കടിച്ചു പിടിച്ചോണ്ട് നിൽക്കുമോ അവന്. അങ്ങനെ ഋതികയും രാജുവും എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ ഋതിക കാണുന്നുണ്ട് ജനലിൻ്റെ കർട്ടൻ്റെ മറവിൽ 2 നിഴലുകൾ. അതായത് അംബികയുടെയും മകൻ്റെയും. പെട്ടെന്ന് അവരവിടെ നിന്ന് അങ്ങോട്ട് മാറുവാണ്. എന്താണ് അവിടെ അമ്മയും മകനോടെ കമൻസ്? ചില നായ്കൾ മുറുറുക്കത്തില്ലേ, അതുപോലെ അമ്മയും മകനോട് പുറൂർത്തോണ്ട് നടക്കുക. ശേഖരൻ പറയാ, ചേട്ടൻ അവരെ പരിസരത്തോട്ടേ അടുപ്പിക്കുന്നില്ല. അതിൻ്റെ വൈരാഗ്യത്തിൽ അമ്മയും മകനും കുരച്ചോണ്ട് നടക്കുക. അമ്മേ, അവരുടെ ആ ചിരിയുണ്ടല്ലോ, നമ്മളെ കളിയാക്കുന്ന, ചിരിക്കട്ടെടാ ചിരിക്കട്ടെ. അപ്പോഴങ്ങോട്ട് പ്രതാപനും സദാശിവൻ സാറും കുറേ MLA-മാരും എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട്. രാജു ചോദിക്കുക, സാറേ പാർട്ടി രജിസ്ട്രേഷൻ കഴിഞ്ഞില്ലേ? അവർ നല്ല സന്തോഷത്തോടെ നിൽക്കുവാണ്. അങ്ങനെ പതാകയൊക്കെ ഉയർത്തിക്കൊണ്ട് സദാശിവൻ സാറ് പറയുന്നു, പ്രിയ സഹപ്രവർത്തകരെ, ഒരു തകർച്ചയിൽ നിന്നും KCP സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ്. നമ്മുടെ പാർട്ടിയുടെ അനുവദിച്ചു തന്നിട്ടുള്ള പതാക ഔദ്യോഗികമായി ഉയർത്തുന്ന ചടങ്ങാണ് ഇവിടെ നടത്തുന്നത്.
പാർട്ടി പ്രസിഡന്റ് മിസ്റ്റർ പ്രതാപ് വർമ്മ സാർ ഈ ചടങ്ങ് ഇവിടെ നിർവഹിക്കുന്നതാണ്. അങ്ങനെ KCP സിന്ദാബാദ് എന്നെല്ലാവരും വിളിച്ച് പറയുന്നുണ്ട്. പ്രതാപൻ പതാക ഉയർത്തുകയും ചെയ്യുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടെ കൈയടിക്കുവാണ്. അംബികയും മകനും എന്ത് ചെയ്യണം, വല്ലവരും വല്ലതും വിചാരിക്കുമല്ലോ എന്ന് കരുതി ദേഷ്യം ഇങ്ങനെ കടിച്ചമർത്തി അമ്മയും മകനും കൈ അടിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. സദാശിവൻ സാറ് പറയുന്ന, വർമ്മ സാറെ ഇൻ്റർവ്യൂവിന് അവർ വെയിറ്റ് ചെയ്യുക. നമ്മുടെ പ്രകടന പത്രികയുടെ കാര്യം മുഖ്യമായിട്ടും അവരോട് പറയേണ്ടത്. ഋതുമോളെ ഇങ്ങോട്ട് വാ എന്നിങ്ങനെ സദാശിവൻ സാറ് വിളിക്കുന്നു. അങ്ങനെ പ്രതാപനും ഋതുവും രാജു എല്ലാം കൂടെ കൊണ്ട് നടക്കുമ്പോൾ പ്രതാപാന്നും വിളിച്ചുകൊണ്ട് അംബിക ഓടി വന്നിട്ട്, മോനെ ഞാൻ വരണ്ടേ? വേണ്ട, ചേച്ചി എന്തിനാ വരുന്നത്? ചേച്ചി ഇവിടെ നിന്നാ മതി, വാ മോളെ എന്നും പറഞ്ഞ് ഋതികയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രതാപൻ നടന്നു പോവുകയാണ്. രാജുവാണെങ്കിൽ ഈ സമയം അംബികയെ മോനെ നോക്കി ശരിക്ക് കളിയാക്കി ചിരിക്കുക. അമ്മയ്ക്കും മോഹനും വല്ലാത്ത ദേഷ്യം. അംബിക ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പ്രതാപൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. ദീപൊക്കെ പറയാം, അമ്മയ്ക്ക് നാണമില്ലേ അയാൾ ആട്ടി ഓടിച്ചല്ലോ അയാളുടെ പുറകിനിങ്ങനെ ചെല്ലാന്. അങ്ങനെ അവിടെ ഇന്റർവ്യൂ നടക്കുവാണ്. ഇന്റർവ്യൂവിന് വന്ന പെണ്ണ് ചോദിക്കും, നിങ്ങളൊക്കെ വളരെ സീനിയേഴ്സായ ആളുകളാണെങ്കിലും പാർട്ടി ഭിന്നിച്ചതിന് ശേഷം ഇതൊരു പുതിയ ചൂടുവയ്പ്പാണല്ലോ. എന്താണ് നിങ്ങളുടെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ? അതുപോലെ ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നൽകാൻ പോകുന്ന കാര്യങ്ങളും. ഒന്നാമതായി ബഹുജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക, അതായിരിക്കും മുഖ്യ ലക്ഷ്യം. രണ്ടാമതായി സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ക്വാളിറ്റീസ്, അതായത് സമത്വവും നീതിയും ഉറപ്പാക്കുക. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ വനിതാ നേതാവാണ് ഋതിക വർമ്മ ഇനി ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിക്കും. അങ്ങനെ ഋതിക സംസാരിക്കുവാണ്. അഴിമതിയില്ലാത്ത ഒരു ഭരണം, പിന്നെ യുവാക്കൾക്ക് അവസരങ്ങൾ, അടുത്തത് വെരി ഇമ്പോർട്ടൻ്റ് ആയ കാര്യം സ്ത്രീ സുരക്ഷയും സ്ത്രീ സ്വാതന്ത്ര്യവും, പിന്നെ അനവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും, പുതിയ വ്യവസായ സംരംഭങ്ങൾ കൊണ്ടുവരും, നിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും ഒരുപോലെ നടപ്പിലാക്കും, സൗജന്യമായോ കുറഞ്ഞ ചെലവിലോ ചികിത്സാ പദ്ധതി ഉറപ്പാക്കും, നല്ല റോഡുകൾ, ഇലക്ട്രിസിറ്റി എന്നിവ കൂടാതെ കർഷകർക്ക് സഹായവും പെൻഷൻ, ദരിദ്രർക്കുള്ള പദ്ധതികൾ. അങ്ങനെ ഓരോന്നും ഋതിക ആവേശത്തോടെ പറയുവാണ്. ഇതെല്ലാം കണ്ട് പ്രതാപൻ ഇങ്ങനെ സന്തോഷവും അഭിമാനത്തോടെ നോക്കിയിരിക്കുക. രാജുവിൻ്റെയും ശേഖറിൻ്റെയും സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഋതിക സ്വാതിയോട് എന്തോ ചോദിക്കുന്നു. സ്വാതി എന്തോ അതിന് മറുപടിയും പറഞ്ഞു. ഋതിക ചോദിക്കുന്നു, സ്വാതിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് തുറന്നു പറഞ്ഞുകൂടാ? ഇത് നമ്മുടെ പാർട്ടിയല്ലേ സ്വാതി, ഇതൊക്കെ പറയാൻ എന്തിനു മടിക്കുന്നു എന്ന് രാജുവും ചോദിക്കുന്നുണ്ട്. ഇവിടെ ഇലക്ഷന് മത്സരിക്കാൻ ശക്തരായ കാൻഡിഡേറ്റ്സിനെ ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുക. അയ്യോ, ഞാനത് തുറന്നു പറയാഞ്ഞത് എനിക്കതിനുള്ള കഴിവുണ്ടോ എന്നുള്ള സംശയം കൊണ്ടാ. ആഗ്രഹം മാത്രം പോരല്ലോ, കഴിവും കൂടെ വേണ്ടേ? എടി സ്വാതി, നിനക്കതിനുള്ള കഴിവുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നീ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. രാജു ഉടനെ ചോദിക്കുക, സ്വാതി കോളേജ് യൂണിയൻ ചെയർപേഴ്സണായിട്ടിരുന്ന ആളല്ലേ? താൻ കോളേജിലെ ഒരു പുലിയായിരുന്നെന്ന് ഋതുവനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇവരെല്ലാവരുടെ ചേർന്ന് പറയുന്നതല്ലേ. എന്തായാലും ഞാൻ വർമ്മ സാറിനോടൊന്ന് പറഞ്ഞു നോക്കാം. പിന്നെല്ലാം സ്ക്രീനിങ് കമ്മിറ്റി അല്ലേ തീരുമാനിക്കുന്നത്. എന്നാലേ സ്ക്രീനിങ് കമ്മിറ്റിയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നീ ഇങ്ങോട്ട് വന്നേ, രാജുവും വന്നേ. നമുക്ക് ഈ കാര്യം അച്ഛനോട് ഇപ്പം തന്നെ പറയാം. അങ്ങനെ ഋതിക അവരെയും കൂട്ടിയിട്ട് സദാശിവൻ സാറിനെ വർമ്മ സാറും ഇരിക്കുന്നിടത്തോട്ട് വരിക. ഋതിക പറയുക, അച്ഛനോടും സദാശിവങ്ങളിനോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്രതാപൻ ചിരിച്ചോണ്ട് പറയാം, നീ ഒരു കാര്യമോ 10 കാര്യമോ വേണമെങ്കിലും പറഞ്ഞു. നീ ഇപ്പം ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ജീവാത്മാവും പരമാത്മാവും ഒക്കെ ആയിരിക്കുമല്ലയോ? അങ്ങനെയല്ലേ സദാശിവൻ സാറേ? പിന്നല്ലേ, ഈ പാർട്ടിയുടെ മാസ്റ്റർ ബ്രെയിൻ അല്ലേ അച്ഛൻ. ഈ സ്വാതി അറിയാവോ? ആ, ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ പാർട്ടിയുടെ ഒരു അനുഭാവിയാ. കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ആയിരുന്നു. പ്രൊഫസർ മുരളി സാറിന്റെ മകളാണ്. പ്രതാപൻ ഉടനെ പറയും, ഓ അറിയാം, ഇപ്പം എനിക്ക് മനസ്സിലായി. അച്ഛാ, ഞാൻ പറയാൻ വന്നത് ഈ ഇലക്ഷനിൽ എനിക്കൊരു സീറ്റ് തരാമെന്ന് പറഞ്ഞിട്ടില്ലേ? ഉടനെ പ്രതാപൻ പറയും, ആ സീറ്റ് ഈ സ്വാതിക്ക് കൊടുക്കണം. അതല്ലേ എൻ്റെ മോള് പറയാൻ വന്നത്. സ്വാതി നല്ല കഴിവുള്ള ഒരാൾ തന്നെ അച്ഛാ. ഇതുവരെയുള്ള കാലയളവിൽ ഇവളത് തെളിയിച്ചിട്ടുമുണ്ട്. അമ്മായിയെ മന്ത്രിയാക്കിയത് മുതൽ പ്രതാപ് വർമ്മയ്ക്ക് കുടുംബവാഴ്ച എന്നൊരു ദുഷ്പേരുണ്ട്. കഴിവും അനുഭവപരിചയവും ഇല്ലാത്തവർക്ക് പാർട്ടി സ്ഥാനമാനങ്ങൾ കൊടുത്തതുകൊണ്ടാണല്ലോ ഒരു കറക്ഷനും ഇല്ലായിരുന്ന എൻ്റെ അച്ഛൻ ഇപ്പൊ രാഷ്ട്രീയ വിമർശനത്തിന് ആളായത്. ഋതിക അങ്ങനെ പറഞ്ഞപ്പോൾ സദാശിവൻ സാർ പറയാം, മോള് പറഞ്ഞ കാര്യം 100% ശരിയാ. അതുകൊണ്ട് അച്ഛ, ഈ ഇലക്ഷനെ അത് ബാധിക്കരുത്. ഈ കുടുംബത്തിൽ നിന്ന് അച്ഛനല്ലാതെ മറ്റാരും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല. പ്രവർത്തിക്കാൻ കഴിവുള്ള പൊതുജന സേവനം മാത്രം ആഗ്രഹിക്കുന്ന പുതിയ തലമുറയ്ക്ക് 7 സീറ്റുകൾ നൽകണം. അതുവഴി സ്വാതിക്ക് ഒരു സീറ്റ് നൽകണം. ശരി മോളെ, സ്വാതിക്കൊരു സീറ്റ് നൽകുന്ന കാര്യം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. സദാശിവൻ സാർ ഉടനെ പറയാം, സീറ്റ് കിട്ടിയെന്ന് തന്നെ സ്വാതി ഉറപ്പിച്ചോളൂ. എന്നാലേ മണ്ഡലം ഏതാണെന്നൊക്കെ പിന്നെ തീരുമാനിക്കാം. സ്വാതിക്കൊരു സീറ്റ് കൊടുത്തെന്നും പറഞ്ഞ സ്വീറ്റൊന്നും തീരത്തതൊന്നും ഇല്ലല്ലോ. ഋതുമോളുടെ കസേര ഇപ്പോഴും ഒഴിഞ്ഞു തന്നെ കിടക്കുവാണ് കേട്ടോ, സദാശിവൻ സാർ പറയുക. അമ്പയൊക്കെ ആണെങ്കിൽ ഇരിക്കാനോ നടക്കാനോ ഉറങ്ങാനോ ഒന്നും പറ്റുന്നില്ല. അമ്പയ്ക്ക് ദേണ്ട വീണ്ടും വലിഞ്ഞു വന്ന് ഒളിഞ്ഞു നിന്ന് നോക്കുവാണ്. ഈ പ്രതാപൻ വലിയ കള്ളനാ. ഇവന് മരണം വരെ MLA യും മന്ത്രിയുമായിട്ടിരിക്കണം.
പക്ഷേങ്കിലോ വലിയ ആദർശവാനായിട്ടങ്ങ് കളിക്കും. നാണം കെട്ടവൻ. ദേഷ്യത്തോടെ അംബിക പുറത്തോട്ട് വരിക. എന്നിട്ട് ആർക്കോ ഫോൺ ചെയ്യാൻ നോക്കുമ്പോൾ ദാണ്ട വന്ന് നിൽക്കുന്നു കൊച്ചമണി. ഓ, ആ വിഷജീവി അംബികയാണല്ലോ നിൽക്കുന്നത്. പാലും ഗോമൂത്രവും വിറ്റ് നടന്ന അംബിക ഇടയ്ക്കൊന്ന് മന്ത്രിയായി. എന്തായാലും ഈ നന്ദി കെട്ടവൾക്ക് ആയുഷ്കാലം ഞാൻ പണി കൊടുക്കും എന്നൊക്കെ കൊച്ചമണി അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്. ആ തോക്ക് സംഭവം പറഞ്ഞ് ജീവിതകാലം മുഴുവൻ ഞാൻ ഇവളെ വരട്ടും. നീ എൻ്റെ കറവപ്പശു ആടി അംബികേ എന്നൊക്കെ കൊച്ചമണി ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അംബികയെ നോക്കി നിൽക്കുക. അംബിക പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കൊച്ചമണിയാണ് കാണുന്നത്. അംബികയുടെ നല്ല ജീവൻ അങ്ങ് പോയി. ഇങ്ങനെ വല്ലാതെ ഭയത്തോടെ നിൽക്കുക. കാരണം അംബികയ്ക്ക് നന്നായിട്ടറിയാം ഈ വരുന്ന വരവ് എന്തിനാണെന്ന്. അംബികയുടെ തല ഇപ്പോൾ കൊച്ചമ്മയുടെ കക്ഷത്താണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, കൊച്ചമ്മയുടെ വരവ് എന്തിനായിരിക്കും? പ്രതാപവർമ്മയെ കണ്ടിട്ട് സീറ്റ് ചോദിക്കാനായിരിക്കും. അതിനു വേണ്ടിയിട്ട് അംബികയെ ശുപാർശ ചെയ്യുകയെന്ന് തോന്നുന്നു. ഇനി എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.